കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷും നീതുവും തമ്മിലുള്ള പ്രണയം ആർക്കും തകർക്കാനാവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീതുവിൻ്റെ വീട്ടുകാരെല്ലാവരും ഹരീഷുമായുള്ള ഈ ബന്ധത്തിൽ നിന്ന് നീതുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അതൊന്നും നീതുവിൻ്റെ അടുത്ത് നടക്കുന്നില്ല എന്നതാണ് സത്യം. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഹരീഷിൻ്റെ കൂടെ മാത്രമായിരിക്കുമെന്നും ആരൊക്കെ നിർബന്ധിച്ചാലും ഒരിക്കലും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്നുമാണ് നീതുവിൻ്റെ വീട്ടുകാരോട് നീതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹരീഷിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടികളും വാഴാത്തൊരു കുടുംബമാണെന്നും നിനക്കൊരിക്കലും അവിടെ ചെന്നാൽ സന്തോഷമുണ്ടാകില്ല എന്നൊക്കെ നീതുവിൻ്റെ അച്ഛനമ്മയുമൊക്കെ പറയുന്നുണ്ടെങ്കിലും നീതു പക്ഷേ അതൊന്നും കാര്യമാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നീതുവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയ നീതുവിൻ്റെ അച്ഛനും അമ്മയും ഹരീഷിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. അവരെ കാണുന്ന ഹരീഷ് ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം എന്താണ് പെട്ടെന്ന് തന്നെ കാണാൻ ഇവരിങ്ങോട്ട് വന്നതെന്നുള്ള ഒരു വേവലാതിയായിരുന്നു ഹരീഷിന്. അങ്ങോട്ടേക്ക് കയറി എന്താ വന്നതെന്ന് ചോദിക്കുന്ന ഹരീഷിനോട് ഒരു ദേഷ്യത്തിലുള്ള മുഖഭാവമായിരുന്നു നീതുവിൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ തന്നെ ഹരീഷിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എന്താ പെട്ടെന്ന് ഇങ്ങനെ കാണാൻ വന്നത്? ഇവിടെ ഇരിക്കെന്നും പറഞ്ഞ് അവിടെയുള്ളൊരു ചെയർ എടുത്ത് നീതുവിൻ്റെ അച്ഛന് കൊടുക്കുന്നുണ്ടെങ്കിലും ഇരിക്കാനായി നീതുവിൻ്റെ അച്ഛൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിൻ്റെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അത് ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമാവണ്ട, ഒന്ന് നീങ്ങി നിന്നാൽ നല്ലതായിരുന്നു എന്ന് ഹരീഷിനോട് പറയുമ്പോൾ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി നിന്ന് അവർ 3 പേരും സംസാരിക്കുന്നുണ്ട്. നിനക്ക് വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണോ എൻ്റെ മോളെ തന്നെ നിൻ്റെ പാട്ടിലാക്കിയത്? കയ്യും കാലും കാണിച്ച് അവളെ വളച്ചെടുത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലേ? ആ കുടുംബത്തേക്ക് ഒരിക്കലും എൻ്റെ മകളെ വിടില്ല എന്ന് തീരുമാനിച്ചതാ. പക്ഷെ അവളിപ്പോൾ ഒരു തരി പോലും ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷേ അവളെ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് തരികയില്ല. നീ വേണം അവളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നീ വേണം അവളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ. ഒരിക്കലും നീതുവിൻ്റെ അച്ഛനും അമ്മയും തന്നോട് ഇങ്ങനെ വന്ന് പറയുമെന്ന് വിചാരിച്ചില്ല ഹരീഷ്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം കേട്ടപ്പോൾ ഒരു പതർച്ചയായിരുന്നു. തനിക്കൊരു കാര്യവും തിരിച്ചങ്ങോട്ടേക്ക് മറുപടി പറയാൻ ഹരീഷിനുണ്ടായിരുന്നില്ല. തല കുമ്പിട്ട് തന്നെയായിരുന്നു അവരുടെ മുന്നിൽ ഹരീഷ് നിന്നിരുന്നത്. വിവരങ്ങളെല്ലാം പറഞ്ഞ് നീതുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷിന് ഒരു വല്ലാത്തൊരു വേദനയായിരുന്നു മനസ്സിൽ. കാരണം ഒന്നും തന്നെ തിരിച്ചു പറയാൻ ഹരീഷിന് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെയായിരുന്നു നീതുവിൻ്റെ കോൾ ഹരീഷിൻ്റെ ഫോണിലേക്ക് വരുന്നത്. ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ഹരീഷിന് ആ സമയത്ത് കഴിയുന്നുണ്ടായിരുന്നില്ല. നീതു അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും കാണാൻ വന്നിരുന്നല്ലേ, അവരൊരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്കൊന്നും തന്നെ നീതുവിനോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും സ്നേഹവും ധൈര്യവും നീതു കാണിച്ചെങ്കിലും അതിൻ്റെ പകുതി പോലും താൻ കാണിച്ചില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു ഹരീഷിന് ആ സമയത്ത്. ഹരീഷ് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? ചെറിയൊരു മൂളലോടുകൂടി ഹരീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നീതുവിന് കാര്യം മനസ്സിലായി. നീതു അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഹരീഷ് അപ്പോൾ ഉടനെ മറുപടി പറയുന്നുണ്ട്, നീതു എന്നോട് ക്ഷമിക്കണം. അച്ഛനും അമ്മയും ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. പക്ഷേ അതിനൊന്നും മറുപടി നൽകാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നവരാ ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ അമ്മ വന്ന് എൻ്റെ മുന്നിൽ കരഞ്ഞപ്പോൾ ഒന്നും എനിക്ക് മറുത്ത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വേദനകളൊക്കെ മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്മാറിക്കൂടെ? ഈ ചോദ്യം കേട്ട നീതുവിന് വല്ലാത്തൊരു ദേഷ്യമാണ് ആ സമയത്ത് ഹരീഷിനോട് തോന്നിയത്. കാരണം അത്രമേൽ സ്നേഹിക്കുന്ന ഹരീഷിൻ്റെ വായിൽ നിന്നും പിന്തിരിയണമെന്നൊക്കെ കേൾക്കുമ്പോൾ നീതുവിൻ്റെ ആ വിഷമവും ദേഷ്യവും എല്ലാം ഹരീഷിനോടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹത്തിനൊരു വിലയുമില്ല അല്ലേ? ഇവരെല്ലാവരും എന്നോട് ഓരോന്ന് പറഞ്ഞിട്ടും ഞാൻ അവരോട് എതിർത്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത്. അതെന്താ ഹരീഷിന് ഇതൊന്നും
അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാത്തതെന്ന് ഹരീഷിനോട് നീതു ചോദിക്കുന്നുണ്ട്. അവർ ഒരിക്കലും ഈ ബന്ധത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. പക്ഷേ എനിക്കൊരിക്കലും ഹരീഷിനെ മറക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരത്രയ്ക്കും എതിർത്തിട്ടും ഞാൻ ഹരീഷിനെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നതും സംസാരിക്കുന്നതുമെല്ലാം. ഇതൊന്നും എന്താണ് ഹരീഷിന് മനസ്സിലാവാത്തത്? നീതു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവർ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ വല്ലായ്മ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നോട്. അതൊരിക്കലും നിന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. നീയൊന്ന് മനസ്സിലാക്ക്. എന്നാൽ ഹരീഷിൻ്റെ ഈ സംസാരവും തീരുമാനവുമെല്ലാം നീതുവിനെ ഒരുപാട് ദേഷ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ തനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് പണി ചെയ്യാനൊന്നും ഹരീഷിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹരീഷ് ഞാനിന്ന് ലീവാണ്, നാളെ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ടും ആരോടൊന്നും സംസാരിക്കാനോ ചിരിക്കാനോ പോലും ഹരീഷിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നും മിണ്ടാതെ അകത്ത് ചെന്ന് റൂമിലിരിക്കുന്ന ഹരീഷിനെ കണ്ട് സുധീഷ് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന, എന്തു പറ്റി ഇന്ന് ജോലിയിൽ കയറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷിനോട് ഹരീഷ് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് കുറച്ച് മനസ്സമാധാനം തരൂ, ഞാനൊന്ന് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ റൂമിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. സുഭാഷ് ആവട്ടെ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിൽ ചെന്നപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സുഭാഷ് ഏട്ടാ, മുഖമാകെ മാറിയിരിക്കുന്നല്ലോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താന്നാവോ ഹരീഷ് നേരത്തെ വന്നിട്ടുണ്ട്, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാൻ ചെന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ ദേഷ്യപ്പെട്ട് റൂമിൽ നിന്നും മാറ്റുകയായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നിധിയോട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ആണോ, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇപ്പോൾ പോണ്ട, എന്തായാലും ഒരു ഇത്തിരി നേരം അവൻ ഒറ്റയ്ക്കിരിക്കണമെന്നല്ല പറഞ്ഞത്, ഇത്തിരി കഴിയട്ടെ എന്ന് പറഞ്ഞ് നിധിനോട് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്നാൽ ശരി സുഭാഷ് ഏട്ടൻ, നമുക്ക് കിച്ചണിലത്തെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ഹരീഷിനെ കണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചറിയാമെന്ന് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നിധി ചെന്ന് സുഭാഷിനോട് വിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എന്തുപറ്റി, ഇന്ന് മൊത്തത്തിൽ ഡല്ലായിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് ഇല്ലേട്ടത്തി ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൂളായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിധി ഹരീഷിൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നുണ പറയുന്നത്? സുഭാഷേട്ടനോട് ചൂടായിട്ടല്ലേ നീ സംസാരിച്ചത്? നീ സാധാരണ സുഭാഷേട്ടനോട് അങ്ങനെ ചൂടാവാത്ത ഒരാളല്ലേ. അതുകൊണ്ട് ഉള്ളിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ കാണും. അതുകൊണ്ടല്ലേ നീ സുഭാഷേട്ടനോടൊക്കെ ചൂടായി സംസാരിച്ചത്. താൻ ഈ വിവരം ആരോടും പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. എന്തെങ്കിലും ആകട്ടെ, ഏട്ടത്തിയമ്മയോടെങ്കിലും എല്ലാ വിവരവും പറയാമെന്ന് വിചാരിച്ച് ഹരീഷ് എല്ലാ കാര്യങ്ങളും നിധിയോട് പറയുന്നുണ്ട്. ഏട്ടത്തിക്ക് അറിയാവുന്നല്ലേ, നീതു എന്നുള്ള കുട്ടിയെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക്. ആദ്യമൊന്നും ഞാൻ അവളെ അത്ര കാര്യമാക്കിയിരുന്നില്ല. ഞാൻ അവളിൽ നിന്ന് മാറി തന്നെയാണ് നടന്നിരുന്നതൊക്കെ. പക്ഷേ പിന്നീട് എനിക്ക് അവളോട് സ്നേഹമായി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. ഇന്ന് അവളുടെ അച്ഛനും അമ്മയും എന്നോട് വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ എനിക്കൊന്നും അതിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അവളെ ഇനി ഒരിക്കലും കാണരുതെന്നും സംസാരിക്കരുതെന്നും ഒക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കെതിർത്തൊരു വാക്കുപോലും അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നീതു അങ്ങനെയായിരുന്നില്ല. അച്ഛനും അമ്മയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവൾ എന്നെ തന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഒരു പകുതി ധൈര്യം പോലും ഞാൻ കാണിച്ചില്ല എന്നൊരു വിഷമമാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കലും ഇനി ഞങ്ങളെ പിരിക്കാനും കഴിയില്ല എന്നൊരു വാക്ക് പോലും എനിക്ക് നീതുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റിയില്ല. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം പോലെ തോന്നുന്നുണ്ട്. ഏട്ടത്തി തന്നെ പറ, ഞാൻ ചെയ്തത് തെറ്റല്ലേ? ഹരീഷ് പറയുന്നതെല്ലാം കേട്ടു നിന്ന നിധിക്ക് ആദ്യമൊന്നും ഇതിനുള്ളൊരു മറുപടി പറയാനായി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പറഞ്ഞു, നീ ചെയ്തത് ഒന്നും ആലോചിക്കുമ്പോൾ വളരെ ശരി തന്നെയാണ്. കാരണം അത് ഒരച്ഛനും അമ്മയുമല്ലേ. എന്തൊക്കെ തന്നെയായാലും മകൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു ദേഷ്യം വരാതിരിക്കില്ല.
അതുകൊണ്ടല്ലേ നിന്നോട് വന്നങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ മറ്റൊന്നാലോചിക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്രയും വാശി പിടിച്ച് നീതു നിൽക്കുകയല്ലേ. നീ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ അതും ഒരു വല്ലായ്മ തന്നെയാണ്. നീതു അത്രയ്ക്കും നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ നീതുവിനോട് നീ ഇനി നമുക്കിങ്ങനെ ഒരു ബന്ധം തുടരണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവൾക്ക് വിഷമമാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും നിന്നോട് ചൂടായി ഫോൺ കട്ട് ചെയ്തതെല്ലാം. നമുക്ക് വഴിയുണ്ടാക്കാം. എന്തായാലും സുഭാഷ് ഏട്ടനോട് ഈ വിവരങ്ങളെല്ലാം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹരീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട് നിധി. എന്താവും ഹരീഷിൻ്റെയും നീതുവിൻ്റെയും ജീവിതം എന്ന് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.